ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. PV അൻവർ അകത്തോ പുറത്തോ തീരുമാനം പൂർണ്ണമായും അൻവറിന്റേതാണ്. UDFന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചു എന്നറിയിച്ചാൽ തൊട്ടുപിന്നാലെ അസോസിയേറ്റ് അംഗമാക്കാമെന്നാണ് കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനം. പക്ഷേ ഇന്നും പ്രതിപക്ഷ നേതാവിനെതിരെ നിഗൂഢ ലക്ഷ്യം ആരോപിക്കുകയാണ് PV അൻവർ. ഇന്നലെ KC വേണുഗോപാൽ കാണാൻ സമയം നൽകാഞ്ഞതും VD സതീശന്റെ ഭീഷണിയിലാണെന്നാണ് അൻവറിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം നയം വ്യക്തമാക്കാൻ ഇപ്പോഴില്ല എന്ന അൻവറിന്റെ പ്രതികരണത്തിന് രണ്ടർത്ഥം കൽപ്പിക്കാം. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നുവെന്നോ ഇല്ലെന്നോ ഇപ്പോൾ പറയാനില്ല എന്ന് പറയുന്നത് വീണ്ടും സമയം തേടലാകാം. പിണറായി സത്തിനെതിരെ MLA സ്ഥാനം രാജിവെച്ചുവെന്ന് പറയുന്ന അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ UDFന് വെല്ലുവിളി ഉയർത്തുകയാണ്. അൻവർ ആയുധം താഴെവെച്ചോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി M പ്രകാശൻ, ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷൻ ജോർജ് പൊടിപാറ, രാഷ്ട്രീയ നിരീക്ഷൻ A സജീവൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ഷാഫി ചാലിയത്തിലേക്കാണ് പോകുന്നത്. ശ്രീ ഷാഫി ചാലിയം, PV അൻവർ UDFന്റെ ഭാഗമാകുമോ? അത് അസോസിയേറ്റ് അംഗം എന്നുള്ളത് മാത്രമാണ് നിലവിലെ സാധ്യത എന്ന് പറയുന്നു. എന്താണ് ഇപ്പോഴത്തെ സ്റ്റേറ്റസ്? PV അൻവർ വളരെ അപക്വമായ രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്നത്. അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും വാദങ്ങളിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോരണം, തിരുത്താൻ തയ്യാറാകണം. അപ്പോഴേ UDFയിലേക്കുള്ള പ്രവേശനം എളുപ്പമാവുള്ളൂ. അപ്പം രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ചില ക്ഷമയും ചില വിവേകങ്ങളും ഒക്കെ ഉണ്ട്. അത് എന്ത് വികാരങ്ങൾക്ക് പുറത്തും അത് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. അൻവർ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും അതോടൊപ്പം അൻവർ നടത്തുന്ന പോരാട്ടത്തിൻ്റെ വിജയവും UDFനെ പോലെ തന്നെ അൻവറിനും പരമപ്രധാനമാണ്. അതുകൊണ്ട് അൻവറിൻ്റെ ഭാഗത്തുള്ള ചില തിരുത്തുകൾ അനിവാര്യമാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. താങ്കളുടെ നിരീക്ഷണം എന്ന് പറയുമ്പോൾ അത് ലീഗിന്റെ നിരീക്ഷണമായി തന്നെ വിചാരിക്കാമല്ലോ, അല്ലേ? അല്ല, അങ്ങനെയല്ല. ഇത് ഇപ്പം ലീഗും കോൺഗ്രസും ഇല്ലല്ലോ. എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ UDF എന്നുള്ള നിലക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം വിമർശിക്കുന്നതിന് മുമ്പ് കയറി UDFയിലേക്ക് വരാനിരിക്കുന്ന ഒരാൾ വിമർശിക്കുമ്പോൾ അത് ഞങ്ങൾക്കുണ്ടാക്കുന്ന വ്യസനവും ദുഃഖവും സങ്കടവും എത്രയാണ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതൊരു നിർഭാഗ്യകരമാണ്. ഈ പോരാട്ടത്തിൽ അൻവർ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു സമീപനം ഉണ്ടായത് ഖേദകരമാണ്. അൻവർ തിരുത്താൻ തയ്യാറാകണം. അതുവഴി UDFിനോടൊപ്പം എത്താനുള്ള വഴി സുഗമമാക്കണം. ഈ തിരഞ്ഞെടുപ്പിൽ അൻവർ പറഞ്ഞതുപോലെ ഈ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ രോഷപ്രകടനം അത് UDFൻ്റെ വിജയത്തിൽ കലാശിക്കുകയും ഇടതുപക്ഷത്തിന് ആ മണ്ഡലം നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോഴാണ് തീർച്ചയായും അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി തന്നെ ഇവിടെ വ്യക്തമാവുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾക്ക് നിർണായകമാണ്. പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിവ്. ഒഫീഷ്യലായിട്ട് ലീഗിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഒന്ന് എടുത്തു പറയാൻ ഇവിടെ ഉണ്ടാവുമില്ല. ലീഗ് അത് തരുകയുമില്ല. അല്ല, UDFന്റെ ഒരുമിച്ചുള്ള തീരുമാനം എന്ന് പറയുന്നത് യോഗമുണ്ട്. ഒരുമിച്ചുള്ള തീരുമാനം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്നു എന്ന് PV അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ അസോസിയേറ്റ് അംഗമാക്കും, അല്ലേ? അല്ല, അസോസിയേറ്റ് അംഗമാക്കാൻ തത്വത്തിൽ കോഴിക്കോട് ചേർന്ന UDF തീരുമാനിച്ചതാണ്. ആ തീരുമാനം മിസ്റ്റർ അൻവറിനെ അറിയിച്ചതുമാണ്. പിന്നെ ആ തീരുമാനം ഡിക്ലെയർ ചെയ്യാൻ ആവശ്യമായ ചില ഇടപെടലുകൾ, ചില ഹൈക്കമാൻഡ് അടക്കമുള്ളവരുടെ കൺവീൻസ്, അതൊക്കെ കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. ബോധ്യപ്പെടാൻ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നില്ല. അല്ല, അങ്ങനെയൊക്കെ ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാനെന്താ പറയുക? ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണ്. കോൺഗ്രസ് തന്ന സ്ഥാനാർത്ഥി ഞങ്ങളെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് മങ്ങലേൽക്കുന്ന പരാമർശം
ആരെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ അപലപിക്കാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അത് അൻവർ ആയതുകൊണ്ട് അൻവറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തിരുത്തണം. അത് ശരിയല്ലത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ കയറി ഇவ்விധം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് അൻവർ തന്നെ ചിന്തിക്കുക. അത് പാടില്ലല്ലോ. അപ്പം ഞങ്ങളും അൻവറും തമ്മിലുള്ള പ്രശ്നം അതാണ്. അപ്പം അൻവർ അത് തിരുത്തി UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് രംഗത്തിറങ്ങണം. രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ വഴിയെ ബാക്കിയുള്ളതൊക്കെ ശരിയാവും തന്നെയാണ് ഞങ്ങളൊരു വീക്ഷണം. ശ്രീ എം പ്രകാശൻ, ഇപ്പോഴത്തെ നിലമ്പൂരിലെ സാഹചര്യം CPMന് LDFന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു, അൻവറായി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണോ CPMന്റെ ഇപ്പോഴത്തെ ഒരു മനസ്സിലാക്കൽ? ഇതിൽ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് പരിശോധിക്കുമ്പോൾ എന്താണ് PV അൻവർ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നല്ലേ തോന്നുക. ഞങ്ങൾക്ക് ഷാഫി പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടാൽ യഥാർത്ഥത്തിൽ UDFന് ഇപ്പോഴാണ് അൻവറെ മനസ്സിലായിരിക്കുന്നത് എന്നാണല്ലോ തോന്നുക. അൻവർ അപക്വമായ പ്രസ്താവന നടത്തുന്നു, രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ക്ഷമയും വിവേകവും കാണിക്കുന്നില്ല, അൻവർ തിരുത്തണം. ഇതാണല്ലോ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കേരളത്തിലെ ജനതയാകെ അൻവറോട് പറയുന്നത്. നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച നിങ്ങൾ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നു, രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ക്ഷമയും വിവേകവും കാണിക്കുന്നില്ല, അൻവർ തിരുത്തണം. ഇതാണ് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അത് UDFന് മനസ്സിലാവാൻ ഒരു 6 മാസക്കാലം വേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അൻവർ UDFൻ്റെ ഭാഗമല്ലേ? ഇവിടെ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് അൻവറിനെ മുന്നിൽ നിർത്തിയാണല്ലോ UDFൻ്റെ ലീഗും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ പോരാട്ടമാകെ. അൻവറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ 6 മാസക്കാലം രാഷ്ട്രീയ രംഗത്ത് തന്നെയുള്ള നിലപാടുകൾ UDF കോൺഗ്രസും ലീഗും എല്ലാം സ്വീകരിച്ചത്. ആ അൻവർ എത്ര കടുത്ത രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയെ, അതുപോലെ UDFൻ്റെ നേതൃത്വത്തെ, അതിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലെ ഗുരുതരമായ ഒരവസ്ഥയിൽ എപ്പോഴെങ്കിലും UDFോ അല്ലെങ്കിൽ കോൺഗ്രസോ ലീഗോ എത്തിപ്പെട്ടിട്ടുണ്ടോ? അവർ ഈ തെരഞ്ഞെടുപ്പിൽ അനായാസമായിട്ട് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വലിയ നിലക്ക് ആളുകളെല്ലാം ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇറങ്ങാം എന്ന് തീരുമാനിക്കുമ്പോഴല്ലേ പുത്തരിയിൽ കല്ല് കടിച്ചതുപോലെ അൻവറിൻ്റെ പ്രസ്താവന. അദ്ദേഹം ആവട്ടെ പിന്നോട്ട് പോകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും UDFൻ്റെ ആളുകൾ ഞങ്ങളുടെ ഭാഗമല്ല അൻവർ എന്ന് പറയാൻ തയ്യാറല്ല. അവരിപ്പോഴും അദ്ദേഹത്തോട് യാചിക്കുകയല്ലേ, അദ്ദേഹത്തോട് ക്ഷമയാചിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. എന്തൊരു ഗതികേടാണിത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. അദ്ദേഹം ഇത്ര കടുത്ത എതിരഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ല എന്ന് പറയാൻ UDFകാരില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഷാഫിയും ഇല്ല, അനുനയിപ്പിക്കണം. UDFന്റെ ഭാഗമായിട്ടില്ലല്ലോ ശ്രീ എം പ്രകാശൻ. അല്ല, അത് സാങ്കേതികമായ ഒരു കാര്യമല്ലേ? അല്ല, ഭാഗമാകാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഹളം മുഴുവൻ. ഭാഗമാക്കാത്തതുകൊണ്ടാണല്ലോ ഈ ബഹളം മുഴുവൻ. അല്ല, ഞാൻ പറയുന്നത് ഈ ഭാഗമാകുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടി തലം ബന്ധം മാത്രമല്ലോ. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ആർക്കു വേണ്ടിയാണ് അൻവർ സംസാരിച്ചത്? UDFന് വേണ്ടിയല്ലേ? UDFകാരെ പറഞ്ഞത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടി തമ്മിലുള്ള പോരാട്ടം എന്നാണ് അൻവർ പറഞ്ഞത്. അല്ല, അദ്ദേഹം പറയുന്നത് ആളുകൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇക്കാലം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യമില്ലേ? ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാദങ്ങളെ ഇക്കാലം മാത്രം ഈ കഴിഞ്ഞ 6 മാസക്കാലം ആരാണ് എൻഡോസ് ചെയ്തത്? ആരാണ് ഇതിനു വേണ്ടി പോരടിച്ചത്? ആരാണ് അൻവറിന്റെ കൈത്താങ്ങായിട്ട് നിന്നത്? അത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നിലക്ക് ആഹ്ലാദത്തോടെ കോൺഗ്രസ് ഇറങ്ങുന്നതിന്റെ ഒരു കാര്യം തന്നെ എന്താ? അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ എളുപ്പത്തിൽ ജയിച്ചു കളയാമെന്നുള്ള നിലക്കല്ലേ അവർ ഇറങ്ങുന്നത്. അപ്പോ ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അക്കിടി പറ്റാനില്ല. എതിരാളിക്ക് പോലും ഇങ്ങനെ ഒരു നില വരുത്തരുതേ എന്നാണ് ആരും ആലോചിക്കുക. അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അല്ലേ? ആ പ്രതിസന്ധിയാണ്. സഹതാപം തോന്നുന്നു UDFനോട് കോൺഗ്രസിനോട്. അതാണ് ഇപ്പോൾ സ്ഥിതി. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ വിജയത്തെ എത്ര അനായാസമാക്കുന്ന ഒരു നിലയിലാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെ ആയിട്ടില്ല. രാഷ്ട്രീയ കേരളം കാണുകയാണല്ലോ. അനായാസ വിജയത്തിനുള്ള സ്ഥാനാർത്ഥി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പ്രഖ്യാപിക്കാൻ ഈ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കലാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് പറഞ്ഞിട്ടുണ്ട് 30-ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്തോ പ്രഖ്യാപിക്കാൻ വലിയ പ്രയാസമുള്ളത് കൊണ്ടാണ് നിലക്കലൊന്നുമല്ലല്ലോ. ശരി,
ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ചർച്ച നടത്തി തീരുമാനിച്ച് LDF അംഗീകരിച്ച് പറയും. ഡേറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തിനാ അതിനകത്തൊരു വൈക്ലഭ്യം ബേജാറും അതിനൊരു കാര്യമില്ലല്ലോ. ശരി, ശ്രീ ജോർജ് പൊടിപാറ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദുർഗതിയെ. ശരി, ശ്രീ ജോർജ് പൊടിപാറ, ഇന്ന് PV അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ VD സതീശനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. തന്നെ ഒതുക്കലാണോ, PV അൻവറിനെ ഒതുക്കലാണോ, അതോ പിണറായിക്കെതിരെയാണോ യഥാർത്ഥത്തിൽ ഈ VD സതീശൻ്റെ നീക്കം എന്നുള്ളതാണ് അദ്ദേഹം സംശയിക്കുന്നത്. അദ്ദേഹത്തിനൊരു നിഗൂഢ ലക്ഷ്യമുണ്ട്, അത് അന്വേഷിക്കുകയാണ് എന്നുകൂടിയാണ് പറയുന്നത്. KC വേണുഗോപാൽ ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാത്തതിന് പിന്നിൽ VD സതീശൻ്റെ ഭീഷണിയാണ് എന്നുകൂടിയാണെന്ന് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന PV അൻവർ, പ്രതിപക്ഷ നേതാവിനെതിരെ UDF ചെയർമാനെതിരെ പറഞ്ഞിരിക്കുന്ന PV അൻവർ ഇനി UDFിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? ഞാൻ വിചാരിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധ്യമാകുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ മാത്രം കോർണർ ചെയ്ത് അല്ലെങ്കിൽ പിൻ പോയിൻ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പിന്നിൽ സത്യം പറഞ്ഞ ഒരു യുക്തി നമുക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് VD സതീശൻ മാത്രമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. VD സതീശൻ മാത്രമായിട്ടല്ല സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത്. ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിൻ്റെ ഏകകണ്ഠമായ തീരുമാനമായിരുന്നു. കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴുള്ളൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ VD സതീശൻ പറയുന്ന അതേ സ്വരത്തിൽ, അതേ ഭാഷയിൽ, അതേ ഭാവത്തിലാണ് KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും പറയുന്നത്. അതുപോലെ തന്നെ അൻവറിന് പിന്തുണ അർപ്പിക്കാൻ, അവിടെ നിന്നും പ്രതികരണം നടത്താൻ, VD സതീശനെതിരെ എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്താൻ, VD സതീശനെതിരെ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന പ്രതികരണം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്മൃതി, ഇതൊക്കെയാണെങ്കിലും നിലവിലുള്ള AICC എന്താ പറയുക നിയോഗിച്ച KPCC പ്രസിഡൻറ്റും സ്ഥാനത്തു നിന്ന് ഒഴിവാക്കപ്പെട്ട KPCC പ്രസിഡൻറ്റിൻ്റെ വാക്കുകളും തമ്മിൽ അതിൻ്റെ ഒരു മൂല്യത്തിൽ, അതിൻ്റെ ഒരു വെയിറ്റിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരത്തിലല്ല സംസാരിക്കുന്നതെങ്കിൽ പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ട്. ഈ സ്ഥാനാർത്ഥി ചൊല്ലി പാർട്ടിക്കകത്ത് വല്ലാത്ത ഒരു തരം ആഭ്യന്തര കലഹമുണ്ട്, പ്രശ്നമുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഭാഗ്യവശാൽ VD സതീശൻ ഏത് സ്വരത്തിൽ സംസാരിക്കുന്നോ, VD സതീശൻ കാര്യങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് സണ്ണി ജോസഫും അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഷാഫി ചാലിയം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ സാധാരണഗതിയിൽ ഇത്തരം തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാലക്കാടൊക്കെ നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ ചില മുന്നണിയെയും UDFിനെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ K മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് എത്ര പക്വമായിട്ടാണ് K മുരളീധരൻ സംസാരിച്ചത്. ഞാൻ PV അൻവർ ഈ മുന്നണിയിലേക്ക് വരണം, UDFിലേക്ക് വരണം, ഒരുമിച്ച് മത്സരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് വരാൻ പറ്റുള്ളൂ. അല്ലാതെ അൻവറിന് വേറെ മാർഗ്ഗമില്ല എന്ന് K മുരളീധരൻ എത്ര ഭംഗിയായിട്ടാണ്, എത്ര അസന്നിഗ്ധമായിട്ടാണ്, എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഒന്ന്, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ആരോപണങ്ങൾ, തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണം, അത് തെറ്റാണെന്ന് സമ്മതിക്കണം. രണ്ട്, കോൺഗ്രസും UDFും നിശ്ചയിച്ചൊരു സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് അദ്ദേഹം മാറി ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റണം. ആ സ്ഥാനാർത്ഥിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരണം. ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾക്ക് അദ്ദേഹം തയ്യാറായാൽ ആ നിമിഷം അദ്ദേഹത്തിന് UDFിൽ ഈ പറഞ്ഞ പോലെ UDFിൻ്റെ ഭാഗമാകും, അസോസിയേറ്റ് മെമ്പർഷിപ്പ് പ്രഖ്യാപിക്കും. ഇത് രണ്ടും അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് UDFിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും. അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല എന്ന് മുരളീധരൻ എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. അതേ വാക്കുകൾ ഇന്ന് ഷാഫി ചാലിയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരേ സ്വരത്തിൽ UDF സംസാരിക്കുന്നു. UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവ്, പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഷാഫി ചാലിയും വളരെ കൃത്യമായി പറയുന്നു, അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ശരിയായൊരു രീതിയല്ല. അദ്ദേഹം മാത്രമല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല ആര്യടം ഷൗക്കത്ത്, അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേരിൽ, ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ ഈ പ്രതിപക്ഷ നേതാവിനെ മാത്രം കോർണർ ചെയ്യുന്ന ഈ പണി നല്ലതല്ല. രണ്ട്,
തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം UDFിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശരിയല്ല, അദ്ദേഹം ശരിയല്ല, ആ ചോയ്സ് തെറ്റാണ്, അദ്ദേഹം വിജയിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം കുഴപ്പക്കാരനാണ്, അദ്ദേഹത്തെ നിർത്താൻ പാടില്ല എന്ന രീതിയിൽ UDFിൽ പ്രവേശനം കാത്തു കഴിയുന്ന അല്ലെങ്കിൽ UDFിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പരസ്യമായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തെ ആ മുന്നണിയിൽ പ്രവേശിപ്പിക്കുക? എന്ത് രാഷ്ട്രീയ ഔചിത്യമാണത്? എന്ത് രാഷ്ട്രീയ ഒരു എന്താ പറയുക, ഒരു നൈതികതയൊക്കെ ഉണ്ടല്ലോ, ഒരു ധാർമ്മികതയൊക്കെ. ആ മുന്നണിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ മുന്നണിയുടെ തീരുമാനത്തിന് തീർത്തും വിരുദ്ധമായ രീതിയിൽ തുടർച്ചയായി സംസാരിക്കുകയും ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യകാര്യസ്ഥനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ നിരന്തരം ആക്രമണം നടത്തുകയും ചെയ്താൽ എങ്ങനെയാണ് അദ്ദേഹത്തെ UDFിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഭാഗമാക്കുക? അത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആയാലും ഘടകകക്ഷി സ്ഥാനമായാലും എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? അപ്പോൾ ഇതെല്ലാം, ഈ വൈതരണികളെല്ലാം അദ്ദേഹം സ്വയം വലിച്ചു വെക്കുന്നതാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞ, ഷാഫി ചാലിയൻ പറഞ്ഞൊരു വാക്ക് വളരെ പ്രധാനമാണ്. ആരായാലും ശരി, അത് അൻവറായാലും ശരി, ഏത് പ്രമുഖ നേതാവായാലും ശരി, സാഹചര്യത്തിനനുസരിച്ച് പക്വമായ ഒരു സമീപനം, പക്വമായൊരു പ്രതികരണം, അല്ലാതെ അതിവൈകാരികതയോടെ ഈ കാര്യങ്ങളെ കാണുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ചുമ്മാ അങ്ങോട്ട് തുറന്നടിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ഈ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള അൻവർ ഔട്ട്സ്പോക്കൺ എന്നൊക്കെ ഇന്നലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണ്, അദ്ദേഹത്തിന് തന്നെ അറിയാതെ. പലപ്പോഴും മാധ്യമപ്രവർത്തകരുടെ മുമ്പിലെത്തുമ്പോൾ അദ്ദേഹം സ്വയം മറന്നു പോകുന്നോ എന്നെനിക്ക് സംശയം തോന്നുന്നു. അതൊരു നല്ല സമീപനമല്ല. അൻവർ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളുടെ എല്ലാം കാരണങ്ങളിലൊന്ന് അദ്ദേഹം ഈ രീതിയിൽ പലപ്പോഴും ആ സാഹചര്യത്തിന് അപ്പുറത്ത് നിന്ന് പ്രതികരിക്കുന്നു, പറയാൻ പാടില്ലാത്തത് പറയുന്നു, പിന്നെ പറഞ്ഞു പോയതിൽ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതാണ്. അൻവറിൻ്റെ മുമ്പിൽ ഞാൻ വിചാരിക്കുന്ന സ്മൃതി, 2 മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ നിരുപാധികം പിൻവലിക്കേണ്ടി വരും. 2, ഈ VD സതീശനെ അറ്റാക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണം. പ്രത്യേകിച്ച് നയം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുമ്പോൾ നയം താനിപ്പോൾ വ്യക്തമാക്കുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട് ശ്രീ പൊടിപ്പാറ. നയം വ്യക്തമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് 2 അർത്ഥമുണ്ടല്ലോ. ഞാൻ ആ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നു എന്നും പറയുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നും പറയുന്നില്ല. അപ്പോൾ അതിനൊരു സമയം തേടലാണ്, സമയം എടുക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അതെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാം സ്മൃതി, നമ്മൾ ഈ എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഒരു വസ്തുവിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ തൊഴിലാളികളുടെ വേതനം നിശ്ചയിക്കപ്പെടുന്നതിലൊക്കെ ഈ ഇലാസ്റ്റിസിറ്റി ആർക്കാണോ അനുകൂലം അവർ ഡിക്റ്റേറ്റ് ചെയ്യും കാര്യങ്ങൾ. അവരാണ് പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുക. മാർക്കറ്റ് നിശ്ചയിക്കുന്നത് ആ ഇലാസ്റ്റിസിറ്റി തൊഴിലാളിക്ക് അനുകൂലമാണെങ്കിൽ അവരവരുടെ വേതനം നിശ്ചയിക്കും. ഇലാസ്റ്റിസിറ്റി പ്രൊഡ്യൂസേഴ്സിന് അനുകൂലമാണെന്നുണ്ടെങ്കിൽ അവർ നിശ്ചയിക്കും. ആവശ്യത്തിലധികം തൊഴിലാളികളുണ്ട് എന്ന് വന്നാൽ അവർ ആ വേതനം നിശ്ചയിക്കും. ആ വേതനത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയും. ഇവിടെ ആർക്കാ ആവശ്യം? ആർക്ക് അനുകൂലമാണ് ഇലാസ്റ്റിസിറ്റി? അൻവറിന് അനുകൂലമാണോ UDFിന് അനുകൂലമാണോ? ഇവിടെ ആരാണ് പ്രധാന ആവശ്യക്കാരൻ? മുന്നണിയിൽ പ്രവേശിക്കുകയും പിണറായി വിജയനെതിരെ പൊരുതുകയും ചെയ്യാൻ ഒരു വേദി വേണ്ടത്, രാഷ്ട്രീയമായിട്ടൊരു സ്പേസ് നിശ്ചയിക്കേണ്ടത് ആർക്കാണ് വേണ്ടത്? UDFിനാണോ അത്യാവശ്യം? ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ, സ്വന്തം ശേഷി തെളിയിക്കാൻ, തൻ്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം തന്നെ അപകടത്തിലാകുന്നത് UDFിൻ്റെയോ അല്ലെങ്കിൽ VD സതീശൻ്റെയോ ഒന്നും അല്ല. ഒരു തോൽവി കൊണ്ട് അവസാനിക്കുന്നതല്ല LDFിൻ്റെയും UDFിൻ്റെയും രാഷ്ട്രീയം. കേരളത്തിൽ എത്രയോ തോൽവികളും എത്രയോ വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരാ മനസ്സിലാക്കണം? PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഭാവി കൂടി നിശ്ചയിക്കുന്ന തീരുമാനമാകും. അത് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ലോ. അപ്പോൾ അദ്ദേഹം അപ്പൊ അതാണ് ഈ കാണിക്കുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ബുദ്ധിശൂന്യതയാണ്. നമ്മൾ ലേലം സിനിമയിൽ പറയുന്ന പോലെ ഔട്ട്സ്പോക്കണാണ് ഞാൻ എന്ന് പറയുന്നത്, ഈപ്പച്ചൻ ഔട്ട്സ്പോക്കണ എന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ശ്രീ സജീവനിലേക്ക് വരാം. ഇടവേളയ്ക്ക് കിടക്കും മുമ്പ് ശ്രീ സജീവനിലേക്കാണ്. ഇനി അതിനു മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് PV അൻവറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാചകം ഒന്ന് കേൾക്കാം. ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്.
ശ്രീ സജീവൻ, മറ്റേയാൾ പേര് പോലും പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല, മറ്റേയാളെ എല്ലാവരും ഒരുപോലെ കറിവേപ്പില പോലെ കളഞ്ഞിരിക്കുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വേണ്ട നിങ്ങൾക്കും വേണ്ട എന്ന രൂപത്തിൽ UDF-ഉം LDF-ഉം അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരിക്കുന്നു ആ കാര്യത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി പറഞ്ഞ സ്വാഭാവികമായിട്ടും അൻവറിനെ അവർ പ്രകീർത്തിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അൻവറിന് പിണറായിക്കെതിരെ ഭീകരമായ രൂപത്തിൽ ആരോപണം നടത്തിയിട്ടാണല്ലോ അൻവർ LDF വിട്ടിട്ട് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്. അതായത് UDF-ലേക്ക് കയറാനായിട്ട് കാലുയർത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായി സത്തെ തകർക്കുക എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതേപോലെയാണോ UDF എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. ഇവിടെ ഷാഫി സംസാരിച്ചപ്പോഴും അതേപോലെ തന്നെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുമ്പോഴൊക്കെയുള്ള അൻവറിനെ വേണം. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ അൻവറിനെ ഞങ്ങൾ വിട്ടുപോകരുതെന്നുള്ളതാണ്. അൻവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു കാര്യമുള്ളത്, അൻവറെ കരുവേപ്പിലായിട്ടൊന്നുമില്ല. അൻവർ ഈ ഘട്ടത്തിൽ അൻവർ ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള വിലപേശലാണ് നടത്തുക. അൻവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കച്ചവടക്കാരനെ പോലെ ഒരു തന്ത്രമാണ്. അൻവറിനിവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. അൻവറിനെ അംഗീകരിച്ചാൽ ജയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്ന് വരാം. പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നം അൻവറിന്റെ മുന്നിലുള്ള സ്ഥാനാർത്ഥി, അതായത് UDF സ്ഥാനാർത്ഥി വളരെ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിപരമായ കാര്യം കൊണ്ടല്ല. ആര്യാടൻ ഷൗക്കത്തിനോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുള്ള പ്രശ്നത്തെക്കാൾ കൂടുതലുള്ളത് 2025 ഉപതെരഞ്ഞെടുപ്പല്ല അൻവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതുകൊണ്ടാണ്. 2026 നിലമ്പൂർ മണ്ഡലത്തിൽ താനായിരിക്കണം UDF-ന്റെ സ്ഥാനാർത്ഥി എന്നതാണ് അൻവറിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിന്റെ ഭാഗമായാണ് UDF-ൽ കയറാനൊക്കെ നോക്കുന്നത്. അതിന്റെ പേരിലാണ്. കാരണം താൻ 2026 മത്സരിക്കുക, ആ സീറ്റ് തനിക്ക് കിട്ടണമെങ്കിൽ താൻ പറയുന്ന ഇപ്പം ജോയ് സ്ഥാനാർത്ഥിയായാൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി താനാണ് എന്നുള്ള ഒരു കാര്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അടുത്ത തവണ ഒഴിഞ്ഞു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണല്ലോ. ഒരിക്കൽ പോലും ആര്യാടൻ ഷൗക്കത്ത് അവിടെ നിലമ്പൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ആര്യാടൻ ഷൗക്കത്ത് 2026 അവിടുത്തെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അൻവറിന് അറിയാം. അതുകൊണ്ടാണ് അൻവർ ഇപ്പോൾ ഈ നിലപാടെടുക്കുന്നത്. കാരണം അൻവർ ഈ കടുപ്പിക്കുന്ന മുഴുവൻ അൻവർ അറിയാം തന്നെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്താനാണ് VD സതീശൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതെന്തുകൊണ്ട് VD സതീശനെ മാത്രം അങ്ങനെ സംശയിക്കുന്നു? മറ്റു നേതാക്കളെ ആ രൂപത്തിൽ സംശയിക്കാത്ത എന്തുകൊണ്ടാണ്? ഒരു നേതാവിലേക്ക് ഊന്നുന്നത് എന്തുകൊണ്ടാണ്? അതിൽ കോൺഗ്രസിൽ നിന്നും ചില നേതാക്കളുടെ പിന്തുണയുണ്ടോ എന്ന് കൂടി സംശയിക്കണ്ടേ? ഇപ്പോൾ പിണറായി വിജയനെതിരെ കുറെ വിഷയങ്ങൾ PV അൻവറായി മലപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ശരി തന്നെ. പോലീസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു താനും. പക്ഷേ അത് ആ രൂപത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ PV അൻവർ വന്നത് അതൊറ്റയ്ക്കല്ലല്ലോ. അത് യഥാർത്ഥത്തിൽ CPM-ലെ ഒരു വിഭാഗത്തിന് പിന്തുണ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നീടാണല്ലോ തള്ളിക്കളഞ്ഞ PV അൻവർ ഒറ്റയ്ക്കായത്. അത് തന്നെയാണോ ഇപ്പോൾ UDF-ലും കാണുന്നത്, കോൺഗ്രസിലും കാണുന്നത്? അത് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ നമ്മൾ പറയുന്നത് അൻവാർ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അൻവർ ഒറ്റയ്ക്കല്ല പോരാളി എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. കോൺഗ്രസിനകത്ത് ഞാൻ പേര് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചില നേതാക്കന്മാർ, ഒരു മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ അൻവറിന് കൃത്യമായിട്ടുണ്ട്. അൻവാറിൽ സതീശനെ ഒതുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഘടകമുണ്ട്. ഇവിടെ തോറ്റ അൻവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ അവിടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ തീർച്ചയായിട്ടും പൊങ്കാല ഇടാൻ പോകുന്നത് സതീശന് നേരെയായിരിക്കും. അത് അൻവറല്ല, PV അൻവറിന്റെ ആരോപണങ്ങളോ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളോ അല്ല. കോൺഗ്രസ് ഇവിടെ ഇത്തവണ ഷൗക്കത്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ VD സതീശനെ അതിഭീകരമായിട്ട് ആക്രമിക്കാൻ തയ്യാറായിട്ട് അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അത് ഒന്നും രണ്ടോ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതോടുകൂടിയിട്ട് ഈ സതീശനെ അവിടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി, അല്ലെങ്കിൽ അടുത്ത തവണ 2026 തെരഞ്ഞെടുപ്പ് നയിക്കാനുള്ള ചുമതല സതീശനിൽ നിന്നും മാറ്റുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തും. മാത്രമല്ല, അൻവറിന്റെ സഹായം ഉണ്ടായിരുന്നു എങ്കിൽ നിലമ്പൂർ ജയിക്കുമായിരുന്നു എന്ന് വരുത്തിയിട്ട് അൻവറിനെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസിലെ നല്ലൊരു ശതമാനം ആളുകൾ, പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും അതിന് തയ്യാറാവുന്നുള്ള കാര്യം സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കും. അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ നേരത്തെ പൊടിപ്പാറ പറഞ്ഞ പോലെ അൻവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. കാരണം അൻവറിനെ അദ്ദേഹത്തിന് തുടക്കം മുതൽ നല്ല പരിചയമുള്ള ആളാണ്. അൻവർ കൃത്യമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ടാണ്
അൻവർ ഇപ്പുറത്തേക്ക്. കാരണം അവിടെ നിലമ്പൂരിൽ തനിക്ക് ആര്യാടൻ മുഹമ്മദ് ഉള്ളിടത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പുറത്തേക്ക് ചാടിയത്. അൻവറിന് 2 തവണ LDF സഹായം കിട്ടി. ശരി ആര്യാടൻ മുഹമ്മദ്, ശരി, LDFന്റെ സഹായം കിട്ടി, നല്ല വിജയമുണ്ടായി. അൻവറിന് ശ്രീ എ സജീവൻ ഒരു കാര്യം കൂടി അറിയണം. PV അൻവറിന് അവിടെ UDFന്റെ ഭാഗമാകാതെ, ഈ പറയുന്ന അസോസിയേറ്റ് അംഗമാകാതെ മത്സരിക്കാൻ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ PV അൻവറിന് നല്ല വോട്ട് കിട്ടുമോ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയത് 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ്. അത് CPM വോട്ട് കൂടിയാണല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു പിന്തുണ CPMൽ നിന്ന് ഇനി ഒരു തരത്തിലും അൻവറിന് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറയുന്നു ആ നാട്ടിൽ. അൻവർ എന്ന നേതാവിനെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് നോക്കാതെ PV അൻവർ എന്ന വ്യക്തിക്ക് കിട്ടുന്ന വോട്ട് അത് എത്രത്തോളം ഉണ്ടാകുമെന്നാണ് താങ്കളുടെ ഒരു കണക്ക് കൂട്ടൽ? ഞാനൊരു പ്രവചനം പോലെ തന്നെ പറയാം. അൻവർ നിലമ്പൂരിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട്, അതായത് UDFന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കില്ല. അൻവർ അങ്ങനെ ചെയ്താൽ അദ്ദേഹം ശരിയായ രാഷ്ട്രീയ വിഡ്ഢിയാണ് എന്നുള്ള കാര്യം ഞാൻ പറയും. അങ്ങനെ ഒരു വിഡ്ഢിത്തം അൻവർ എന്ന കച്ചവടക്കാരൻ ഒരിക്കലും ചെയ്യില്ല. അൻവറിന് കൃത്യമായിട്ട് അറിയാം താൻ മത്സരിച്ചാൽ കിട്ടാൻ പോകുന്ന വോട്ടുകളുടെ എണ്ണം. അദ്ദേഹം മത്സരിച്ചില്ല എങ്കിൽ പോലും ചേലക്കരയിൽ നമ്മൾ കണ്ടാണല്ലോ, അദ്ദേഹം കോൺഗ്രസിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തിയെടുത്തിട്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്ത് സംഭവിച്ചു? ഇതേ അൻവർ ആണല്ലോ അവിടെ എനിക്ക് വലിയ സ്വാധീനമാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമൊക്കെ നടത്തിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചുള്ള കാര്യം നമുക്കറിയാം. അൻവർ ഒരിക്കലും ആ വിഡ്ഢിത്തം കാണിക്കാൻ പോകുന്നില്ല. അൻവർ ഇപ്പൊ ഒന്നുകിൽ ഈ UDFകാർ അനുനയിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അടുത്ത തവണ നിങ്ങൾക്ക് 2024 നിങ്ങൾ തന്നെ ആയിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി എന്ന് രഹസ്യമായിട്ടെങ്കിലും പറഞ്ഞാൽ അൻവർ ഒപ്പം വേണമെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് ഞാൻ അപ്പൊ പറഞ്ഞത് ഇപ്പൊ മാറ്റി പറയുന്നു. അതൊന്നും അൻവറിന് പ്രശ്നമല്ല, എപ്പോഴും മാറ്റി പറയാം. അങ്ങനെ പറയുന്ന അൻവറായിട്ട് ഒരുപക്ഷെ കണ്ടേക്കാം. അതല്ലെങ്കിൽ അൻവർ വളരെ തന്ത്രപരമായിട്ട് നിശബ്ദത പാലിക്കും. ഞാൻ ഇതാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിഷ്പക്ഷനായിട്ടല്ല, ഞാൻ നിശബ്ദനായിട്ട് നിൽക്കുന്നു എന്ന് പറയും. അത് ജയിച്ചാലും തോറ്റാലും അതിന് നേട്ടമുണ്ടാക്കാം. ഞാൻ നിരുപാധികമായിട്ടുള്ള രീതിയിൽ പിന്തുണച്ചുകൊണ്ടാണ് ജയിച്ചതെന്ന് കാണിച്ചാൽ പറയാം. തോറ്റാൽ അത് അൻവറിന് കിട്ടാവുന്ന ലോട്ടറിയാണ്. കാരണം കോൺഗ്രസിലെ നല്ലൊരു ശതമാനം ആളുകളും ഇപ്പൊ VD സതീശനെ എതിരെ പരസ്യമായി പറയാത്തവര് സതീശനെതിരെ പറയും, അൻവറിനെ ഒപ്പം കൂട്ടുന്നൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് PV അൻവർ ഒരു കാരണവശാലും അവിടെ ഈ UDFുമായി കലഹിച്ചുകൊണ്ട് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കില്ല എന്നതിൽ എനിക്ക് ഒരു സംശയമില്ല. സ്ഥാനാർത്ഥിയെ നിർത്തില്ല, അൻവർ തന്നെ നിൽക്കുക എന്നല്ല, മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താനും സാധ്യതയില്ല TMC. തീർച്ചയായിട്ടും അത് അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ അൻവറിന്റെ ഈ കിട്ടുന്ന വോട്ടിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ തവണ അന്ന് ആര്യാടൻ ഷൗക്കത്തിനോട് 11,000-ലേറെ വോട്ടിന് ഭൂരിപക്ഷത്തെ അത് ഒരു വലിയ ഓളം ഉണ്ടാക്കി. കല്ല വിഭാഗം കോൺഗ്രസ്സുകാര്, ആര്യാടൻ വിരുദ്ധ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അങ്ങനെ പല UDFൽ തന്നെ പല ഘടകകക്ഷികൾക്ക് ആര്യാടനുള്ള നിലപാടെന്തായിരുന്നുള്ള നമുക്ക് അറിയാമല്ലോ അക്കാലത്ത്. അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ അതേസമയത്ത് പ്രകാശിന്റെ കാര്യത്തിൽ എത്തിയപ്പോഴും അൻവർ ജയിച്ചത് വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ്. ആ ഭൂരിപക്ഷം പോലും ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണ്. ആ കോൺഗ്രസ്സുകാർ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ നമുക്കറിയാം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യം. ഇപ്പൊ പ്രകാശിന്റെ കുടുംബം അത് പറയും, മകള് അത് പറയുന്ന രീതിയിലേക്ക് വന്നല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ജയിച്ചു പോയ ഒരാൾ. അപ്പൊ അൻവർ അവിടെ വലിയൊരു ഘടകമൊന്നുമില്ല. അവിടെ LDFന് നല്ല വേരോട്ടമുള്ള മണ്ണാണ്. അവർ ഒന്നാം പാർട്ടി അല്ലെങ്കിൽ പോലും, അവർ ഒന്നാം മുന്നണി അല്ലെങ്കിൽ പോലും അവർക്ക് നല്ല വേരോട്ടമുണ്ട്. ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അവിടെ ജയിച്ചിട്ടുണ്ട് കുഞ്ഞാലി. ശരി, ശ്രീ M പ്രകാശൻ, ഇപ്പോൾ VV പ്രകാശിനെ കാലുവാരിയത് കൊണ്ടാണ്, ആര്യാടൻ ഷൗക്കത്ത് കാലുവാരിയത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടത് എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയുണ്ടായല്ലോ. അതിനർത്ഥം നിങ്ങളുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ മുന്നണി നന്നായി പ്രചാരണം നടത്തിയില്ല എന്ന് കൂടിയാണോ? അങ്ങനെ കൂടിയാണ് അതിനെ വിലയിരുത്തേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ തോൽക്കുമായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? ആ കാലുവാരൽ കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനായി, കാലുവാരൽ ഉണ്ടായി അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനായി എന്നാണോ? ഒരു വസ്തുതയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അതാണ്. അതിപ്പോ കാലുവാരുന്ന കൊണ്ട് മാത്രം വോട്ട് വല്ലാതെ മാറിക്കളയുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് നിങ്ങൾ നടത്തിയ ഒരു പ്രസ്താവനയോട് എനിക്ക് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്താ അത്? അൻവർ അദ്ദേഹം ഒരു ബന്ധമില്ലാത്ത
ഒരു മിനിറ്റ് ശ്രീ ഉത്തരവാദപ്പെട്ട ശ്രീപ്രകാശൻ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒന്നുകൂടെ പറയാമോ? റേഞ്ച് കട്ടായി, പറഞ്ഞത് മുറിഞ്ഞുപോയി. എന്താണോ ഞാൻ നിങ്ങളുടെ ഒരു പ്രസ്താവനയോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഞാൻ ചോദ്യമല്ലേ ഇവിടെ PV അൻവർ ആ ചോദ്യത്തിൽ ഒരു പ്രസ്താവനയുണ്ട്. ശരി, പറഞ്ഞു. ഒരു കാര്യത്തെ ഇപ്പൊ കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങളെ ചാരുന്നതിന് വേണ്ടി അൻവർ നേരത്തെ LDF നിന്ന് പോകാൻ തീരുമാനിച്ച സമയത്ത് CPM-നകത്ത് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ പിന്തുണ ഉണ്ടായതുപോലെ എന്ന് പറഞ്ഞാൽ അത് വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. അല്ല, അങ്ങനെയല്ല. PV അൻവർ ആദ്യം പ്രതികരിക്കുന്ന ഘട്ടത്തിൽ താങ്കളൊന്ന് ഓർത്തു നോക്കൂ ശ്രീപ്രകാശൻ. PV അൻവർ ആദ്യഘട്ടത്തിൽ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അൻവർ ഭാഗമാണ് എന്ന പ്രതികരണം ഏത് ഭാഗത്തു നിന്നാണ് വന്നത്? അല്ല, ഞാൻ അന്നത്തെ ചർച്ചയിൽ PV അൻവറിന്റെ ആദ്യത്തെ പ്രസ്താവനയുടെ ചർച്ചയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടിനോട് അദ്ദേഹങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനയിലെ ഉള്ളടക്കത്തോട് ഏറ്റവും കടുത്ത വിയോജിപ്പ് CPM എന്നുള്ളതിലേക്ക് ഞങ്ങൾക്കുണ്ട്, LDF-നുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അതിനെന്തോ ഒരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് സ്മൃതിയുടെ താല്പര്യമായിരിക്കാം, പക്ഷെ വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോ കോൺഗ്രസിന് വേണ്ടി വലിയ നിലക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് പൊടിപാറ. അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നിരിക്കുന്നു ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഗതികേടിനെ സംബന്ധിച്ച്. ഇവിടെ മുന്നണിയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 2 കണ്ടീഷൻ വെക്കുകയാണ്. സതീശനെ ചീത്ത പറയാൻ പാടില്ല, സ്ഥാനാർത്ഥി മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഗതികേടിന്റെ ആഴം എത്രമാത്രം വലുതാണ് എന്നല്ലേ അക്കാര്യം തെളിയിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന് 20 ദിവസമേ ഉള്ളൂ. ഈ 20 ദിവസത്തിനുള്ളിൽ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടി വരുന്ന വിഷയം എന്താ? UDF-ഉം LDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വിഷയങ്ങളാണല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ UDF-നകത്തുള്ള പടലപിടക്കങ്ങൾ, UDF-ലെ വ്യത്യസ്ത നേതാക്കന്മാർ പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഈ അൻവറിനെ എടുക്കുമോ അദ്ദേഹത്തെ തള്ളിക്കളയുമോ, ഈ കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ യഥാർത്ഥത്തിൽ UDF-നെ കടുത്ത ആഘാതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ സമയത്ത് UDF-ന്റെ താല്പര്യ സംരക്ഷണത്തിന് തുറന്നു വന്നിരിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളെ സംബന്ധിച്ച് പറയേണ്ടി വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ഈ കറിവേപ്പില എന്ന് പറയുന്ന PV അൻവർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്ന് നിരീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ? അയ്യോ, അതിൻ്റെ ഒന്നും യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. കാരണം അൻവർ ഒരു മഹാശക്തിയാണ് എന്ന് നിങ്ങൾ അദ്ദേഹത്തെ ഊതിപ്പൊന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അല്ല, നിങ്ങൾ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണല്ലോ ശ്രീ എം പ്രകാശൻ. കാരണം 30 വർഷമായി അവിടെ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുപോയിരുന്ന സാമ്രാജ്യമാണല്ലോ നിലമ്പൂർ. അത് PV അൻവറിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണല്ലോ. അന്നത് അങ്ങനെ ആയിരുന്നല്ലോ. ഇതിപ്പോ പാതി വഴി പോയപ്പോഴല്ലേ അൻവർ കറിവേപ്പിലയായത്. സ്ഥാനാർത്ഥിയായിട്ടും ജയിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടും ജയിച്ചിട്ടുണ്ട്. അതൊക്കെയുണ്ട്. അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സാഹചര്യമല്ലേ? അതല്ല, അതുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ഭാഗമാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങളൊരു ഗവൺമെന്റിലായിരുന്നല്ലോ. അവര് ഞങ്ങളൊക്കെ കൂടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. അതെ, ആന്റണിയുടെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങുന്നത്. ആ ഇറക്കത്തിന് എത്ര കടുത്ത നിലക്കുള്ള തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ 3 ദിവസക്കാലമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അത് കോൺഗ്രസിനെ നല്ല നിലക്ക് പിന്തുണക്കാൻ താല്പര്യമുള്ള പൊടിപ്പാറക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ വസ്തുത. ഇത്രയും അനുകൂലമായ സാഹചര്യത്തിൽ ശ്രീ എം പ്രകാശൻ, ഇത്രയും അനുകൂലമായ സാഹചര്യത്തിൽ പാതി വഴിയിൽ നിങ്ങളെ ഭള്ളു പറഞ്ഞിറങ്ങിപ്പോയ PV അൻവറിന് കൊടുക്കാവുന്ന അടി എന്നുള്ളൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുകയല്ലേ പാർട്ടി ചിഹ്നത്തിൽ? അത് നിങ്ങളുടെ അഭിപ്രായം. പാർട്ടിക്ക് പാർട്ടിയുടെ അഭിപ്രായമാണ്, സ്മൃതിയുടെ അഭിപ്രായം ഉണ്ടാവും. പാർട്ടിക്കാരെ സംബന്ധിച്ചും ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുണ്ടല്ലോ. ഏതാണ് ഏറ്റവും ശരി എന്നുള്ളത് പരിശോധിക്കുമ്പോൾ പല ഘടകം പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പരിശോധിച്ചുകൊണ്ട് ഏറ്റവും സ്വീകാര്യനും പൊതുസമ്മതനും വിജയിക്കാൻ എല്ലാ നിലക്കും സാധിക്കുന്ന സ്ഥാനാർത്ഥികൾ നിർത്തുന്നതിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അത് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരഭിപ്രായമല്ലല്ലോ. രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു അദ്ദേഹം UDF-ന്റെ ഭാഗമാണ്. സുധാകരൻ പറയുന്നത് അൻവറിന് അനുകൂലമായിട്ടാണ്. പിന്നെ സതീശനെ സംബന്ധിച്ച് മാത്രമല്ല അൻവറിന് വിമർശനം. അദ്ദേഹം ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ആർക്കെതിരെയാ? സ്ഥാനാർത്ഥിക്കെതിരെയാണ്. അദ്ദേഹം ഒരു കാരണവശാലും ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് അറിയാമല്ലോ. കോൺഗ്രസ് പ്രകാശൻ നിങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളതാണ്.
അതും അറിയാം. ഇനി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ സ്ഥാനാർത്ഥിയാകുമായിരുന്നു എന്നാണ്. അതിന് മറുപടിയുണ്ടോ? അത് അദ്ദേഹം മറുപടി പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപം അദ്ദേഹം മറ്റു പാർട്ടിക്കാരുമായിട്ട് ചർച്ച ചെയ്തെന്നുള്ള ഏത് പാർട്ടിയോ ആവട്ടെ. അതുപോലെ അദ്ദേഹം ഒരു കാരണവശാലും ജയിക്കാനിടയില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു വലിയ വിഭാഗത്തിനിടക്ക് അനഭിമതനാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന ആരാ? UDFന്റെ കൂടെ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് സഹശയനം നടത്തുന്ന PV അൻവർ. അപ്പോൾ അത് കോൺഗ്രസ്സുകാർക്ക് വലിയ അടിയാണ് എന്നുള്ളത് സമ്മതിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവും. പക്ഷേ കേരളക്കര അത് കാണുന്നുണ്ട്. ഇത് എത്ര കടുത്ത ആഘാതമാണ് UDFനും അതിന്റെ സ്ഥാനാർത്ഥിക്കും ഉണ്ടാക്കുന്നത് എന്ന് രാഷ്ട്രീയ കേരളം കഴിഞ്ഞ് 3 ദിവസമായി ചർച്ച ചെയ്യാണല്ലോ. ശരി. അതുകൊണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ വിഷയം ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിന് മുമ്പ് അദ്ദേഹം ഉന്നയിച്ച വിഷയം, ആ വിഷയത്തോട് ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കുന്നതല്ലേ അൻവറിന്റെ ഈ കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വർത്തമാനം. നിങ്ങൾ ആ പോയിന്റിലേക്ക് ചർച്ച എത്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പറയേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്വതയില്ല, അദ്ദേഹത്തിന് വിവേകമില്ല, അദ്ദേഹം അപക്വമായിട്ടാണ് പെരുമാറുന്നത് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഞങ്ങൾ 6 മാസക്കാലം മുമ്പ് ഇത് പറഞ്ഞതാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കാണിക്കേണ്ട പക്വത കാണിക്കുന്നില്ല, അദ്ദേഹം ക്ഷമ കാണിക്കുന്നില്ല. ഇവിടെ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കേണ്ടത് എവിടെയാണെന്നല്ല ഞങ്ങൾ പറഞ്ഞല്ലോ. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടത് എവിടെയാണ്? അദ്ദേഹം LDFന് പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്കിപ്പോൾ 6 മാസക്കാലം കഴിയുമ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അൻവറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടി വന്നിരിക്കും. ശരി, ശ്രീ ഷാഫി ചാരിയം, താങ്കൾ മറുപടി നൽകേണ്ടത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ, നിങ്ങൾക്കിപ്പോഴാണോ ബോധ്യമായത് എന്ന CPMന്റെ പ്രതികരണത്തോടുള്ള മറുപടി. ആ ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ആദ്യം PV അൻവറിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടി വരേണ്ടതാണ്, അദ്ദേഹത്തെ കൂടി അനുനയിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട രീതിയിൽ ഇന്നുപോലും PV അൻവർ പ്രതികരിച്ച സാഹചര്യമാണ് ഉള്ളത്. ഇനിയിപ്പോൾ ലീഗിൽ ഇതിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണോ? എന്താണോ കോൺഗ്രസ് തീരുമാനിക്കുക, കോൺഗ്രസ് സീറ്റാണല്ലോ, കോൺഗ്രസ് എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം നിൽക്കുക എന്നതാണോ ഇനി ലീഗ് ആലോചിക്കുന്നത്? ഞാൻ ആദ്യം പ്രകാശൻ മാസ്റ്റർ സംസാരിച്ച 1-2 കാര്യങ്ങളുണ്ട്. അതിന് ഒരു മറുപടി പറഞ്ഞിട്ട് സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 6 മാസക്കാലമായി UDF കൊണ്ടു നടക്കുകയാണ് അൻവറിനെ എന്ന്. അത് പൂർണ്ണമായി തെറ്റാണ്. അൻവർ എപ്പോഴാണ് സർക്കാരുമായും CPM എന്ന പാർട്ടിയുമായും ഇടയുന്നത് എപ്പോഴാണ് എന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. UDFുമായിട്ട് ഒരു ബന്ധവും അൻവറിന് അക്കാലത്തില്ല. അവിടെ നിലമ്പൂരിലെ ഒരു മരം മുറിയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഒരുപാട് വീഴ്ചകളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നു. ആരംഭിച്ച് പോലീസിൻ്റെ അകത്തേക്ക് കിടക്കുന്നു. പോലീസിൽ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലീസ് സേനയുടെ ആ നിലവാരത്തിന് നിലക്കാത്ത വലിയ ബിസിനസ് സാമ്രാജ്യം അവർക്കുണ്ട് എന്ന് ഒരു ഭരണകക്ഷി MLA എന്നുള്ള നിലക്ക് അൻവർ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുന്നതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ പല പ്രധാനികളും അൻവറിൻ്റെ പിറകിലുണ്ട് എന്ന് എല്ലാ മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രതിപക്ഷ MLAമാർക്ക് ഒന്നും അറിയാൻ സാധിക്കാത്ത പല കേന്ദ്രങ്ങളുമായും അൻവറിനുള്ള ബന്ധം വെച്ച് അദ്ദേഹം ഓപ്പണായിട്ട് അടിക്കുകയാണ്. ഒരു മലപ്പുറത്ത് ഒരു SP ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ നടത്തിയ സംഭാഷണം കേരള ജനതയ്ക്ക് മുമ്പിൽ ഷെയർ ചെയ്യുകയാണ് അൻവർ. അതോടുകൂടി ഈ കേരളത്തിലെ പോലീസ് സംവിധാനം എത്രമാത്രം കുറ്റവാളികളുടെ സങ്കേതമാണ് എന്നതിൻ്റെ വലിയൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. കോഴിക്കോട്ട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത്, കസ്റ്റംസും പോലീസും തമ്മിൽ ചേർന്നിട്ടുള്ള ഈ സ്വർണ്ണപ്പിടുത്തം ഒരുപാട് വിഷയങ്ങളിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിൽ എന്താണ് ഇയാൾ പറയുന്നത്? പിണറായി വിജയനെ പുകഴ്ത്തിക്കൂടാണ് സംസാരിക്കുന്നത്. എൻ്റെ പിതാവിന് തുല്യമാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഗോവിന്ദൻ മാഷെ പോയി കാണുന്നു. ഗോവിന്ദൻ മാഷെ കണ്ട് ഗോവിന്ദൻ മാഷും അൻവറും തമ്മിൽ ഈ വിഷയം സംസാരിച്ച് രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തു വന്ന് ഞാൻ വളരെ സംതൃപ്തനാണെന്ന് അൻവർ പറയുന്നു. അൻവർ പറഞ്ഞതിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ അന്വേഷിക്കണം, അതുകൊണ്ട് പരാതിയായിട്ട് എഴുതിത്തരാൻ ഞാൻ അൻവറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. ഇങ്ങോട്ട് അൻവർ നേരെ ഇന്ദിരാഭവനിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ലീഗ് ഓഫീസിലേക്കാണ് പോയത്. അൻവർ പോയി രേഖാപരമായി എഴുതി ഗോവിന്ദൻ മാഷ് കൊടുക്കുന്നു. കൊടുത്തപ്പം ഗോവിന്ദൻ മാഷ് എന്തു പറയുന്നു?
ഈ കാര്യങ്ങളൊക്കെ വെച്ച് മുഖ്യമന്ത്രിയെ പോയി കാണുന്നു പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രി പോയി കാണുന്നു. മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോടു കൂടി ഈ കാര്യങ്ങളിൽ വേണ്ടത് ചെയ്യാമെന്ന് സന്തോഷവാനായി അൻവർ പറയുന്നു. ഈ ഘട്ടത്തിലൊക്കെ എവിടെ UDF? ഇതൊക്കെ എവിടുന്നാണ് പിടുത്തപ്പെടുന്നത്? പിടുത്തം വിടുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്നുള്ളത് അൻവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇയാളുടെ പരാതിപ്പുറത്ത് മലപ്പുറം SP-യെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതെന്താ പ്രകാശ് മാഷ് ഉണ്ടാത്തത്? അൻവർ വെറും തോന്നിയാസാണ് വിളിച്ചു പറഞ്ഞെങ്കിൽ അൻവറിൻ്റെ പരാതിപ്പുറത്ത് മലപ്പുറത്തെ പഴയ SP-ക്ക് സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഗവൺമെൻറ്റിന് എങ്ങനെ ഉണ്ടായി? പിന്നീട് തിരിച്ചെടുത്ത് വേറെ കാര്യം, എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ടായി. ഇവിടുത്തെ DGP ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഗവൺമെൻറ് കൊടുത്ത റിപ്പോർട്ട് നമ്മൾ കണ്ടു. അവസാനമാണ് ഇതിൻ്റെയൊക്കെ ഈ ഹൊസബുള്ള വന്നതും ഇതിൻ്റെ ഒരുപാട് കഥയിലേക്ക് പോയതും പൂരം കലക്കിയതും ഇതായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. ഞങ്ങളെ സംബന്ധിച്ച് UDF-മായി സഹകരണാത്മക പാതയിലേക്ക് അൻവർ വരുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടായത് എപ്പോഴാണ്? അതൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ പാലക്കാട്ട് എന്താ ചെയ്തത്? അദ്ദേഹം സ്ഥാനാർത്ഥി നിർത്തിയത്. പാലക്കാട്ട് സ്ഥാനാർത്ഥി നിർത്തിയില്ല, ചേലക്കരയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി നിർത്തി. 4000-ഓളം വോട്ടുകൾ പാലക്കാട് ആദ്യം നിർത്തുമെന്ന് പറഞ്ഞു, പിന്നീട് സഹായത്തിനും ആദ്യം ഒരു പേരൊക്കെ വന്നിരുന്നു പാലക്കാട്. അതെ, അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് സ്മൃതി, UDF-ന്റെ നിയന്ത്രണത്തിലാണ് അൻവർ ഈ കാട്ടിക്കൂട്ടിയത് എന്ന് മാഷ് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ എവിടെയാണ് UDF-ന്റെ നിയന്ത്രണം? UDF-ന്റെ നിയന്ത്രണത്തിലാണ് അൻവർ ഉള്ളതെങ്കിൽ ചേലക്കരയിൽ മത്സരിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ വെച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം DMK, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ, അല്ല ദ്രാവിഡ മുന്നേറ്റ കഴകമല്ല, ആ പേരിലൊരു സാധനം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം DMK-യുമായി ബന്ധപ്പെട്ട് ഇവിടെ DMK-ന്റെ ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം തൃണമൂലിൻ്റെ അടുത്ത് പോയി. ഞങ്ങൾ ഈ വിഷയത്തിൽ കാണുന്നത് എന്താണ്? ഈ സർക്കാരിനെതിരെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആർക്കും ബോധ്യപ്പെട്ടില്ല. പക്ഷേ ഒരു ഭരണകക്ഷി MLA പറഞ്ഞപ്പോൾ ഇത് വലിയ ചർച്ചയാവുകയും ജനങ്ങൾക്ക് ബോധ്യമാകുന്നതോടെത്തി. എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് നമ്മുടെ ഈ ട്രെയിൻ ദുരന്തമുണ്ടായത് ഓർമ്മയുണ്ടല്ലോ നമുക്ക്. ആ ട്രെയിൻ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ ADGP-യുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന നാടകീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഞാനടക്കമുള്ളവർ, ഞാനെന്ന് മീഡിയ വണ്ടയിൽ അന്ന് സ്മൃതിയുള്ള സമയമാണ്, ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഇതിൻ്റെ പിറകിൽ ഇന്ന ആളുകളാണ്. അന്ന് ആരും വിശ്വസിച്ചില്ല. പിന്നീട് ഇതിന് തെളിവുകളൊക്കെ കൊണ്ടുവന്നു. ഒരുപാട് മാമി തിരോധനം, ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഇടപെട്ടു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഭരണകക്ഷി MLA-മാർക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയാവുന്ന സോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണപക്ഷത്ത് നിന്നൊരു MLA വന്ന് പലതുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അത് ഗവൺമെൻറ്റിന് ബമ്പത്ത് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന എന്താ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഇതിലിപ്പം എന്താ ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെയും നിങ്ങളെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് മുന്നണികൾക്കും ഒരു സ്വഭാവം കേരളത്തിലുണ്ട്. തമിഴ്നാട്ടിൽ നോക്കൂ നിങ്ങൾ, മുന്നണിയാണ്, പക്ഷേ ആർക്കും മന്ത്രിസ്ഥാനങ്ങളില്ല. കോൺഗ്രസ്, ലീഗ്, CPM, CPI, പാട്ടാളി മക്കൾ കക്ഷി, അല്ലേ, വൈക്കോൻ്റെ കക്ഷി തുടങ്ങിയ 10ഓളം ചെറു കക്ഷികളോ വലിയ കക്ഷികളോ ഒക്കെ അടങ്ങുന്നതാണ് തമിഴ്നാട്. അവിടെ DMK അല്ലാതെ വേറെ ആരും മന്ത്രിമാരില്ല. ഇനി അല്ലാത്ത മേലോട്ട് പോയി നോക്കിയാൽ ഓരോരോ സ്റ്റേറ്റിലും സ്ഥിതി അത് തന്നെയാണ്. കേരളം മാത്രം എന്താണ്? കേരളത്തിൽ ഇരു മുന്നണികളും വ്യത്യസ്തമായൊരു നിലപാടുണ്ട്. എത്ര ചെറിയ ആളുകളുള്ള പാർട്ടിയാണെങ്കിലും അതിനെ കൂടെ നിർത്താൻ ഈ രണ്ട് മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയല്ലോ മാണി സാറിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പറഞ്ഞ ഈ പാർട്ടിക്ക് ആ പാർട്ടിയെ പുണരാൻ യാതൊരു ഉളുപ്പുമില്ല എന്ന് ഈ കേരളത്തിൽ ജനത്തിന് മനസ്സിലായില്ലേ? കായംകുളം കൊച്ചുണ്ണിയുടെ വേഷത്തിൽ മാണി സാറിൻ്റെ വലിയ കോലമുണ്ടാക്കി പാലാ അങ്ങാടിയിൽ തെറിയഭിഷേക യാത്ര നടത്തിയവർ ആ ജോസ് കെ മാണിക്ക് സിന്ദാബാദ് വിളിക്കാൻ യാതൊരു മടി കാണിക്കാത്ത ഒരു സംഭവം നമ്മൾ കണ്ടതല്ലേ? അപ്പം UDF ആകട്ടെ, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, ഒറ്റ മിനിറ്റ് മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കെതിരെ വെല്ലുവിളി നടത്തി വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൂടെ കുറച്ച് ആളുകൾ, അയാൾ ഏതോ സംഘടന ആയിക്കോട്ടെ, ആ എല്ലാ ഘടകങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്ന ഇടതുപക്ഷം കാണുന്നത് പോലെ തന്നെയുള്ള ഒരു രാഷ്ട്രീയ ലൈൻ UDF സ്വീകരിച്ചു എന്നുള്ള. പക്ഷേ അതിൽ ചെറിയൊരു പെശക് പറ്റിയിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേഷനിലും കൈകാര്യം ചെയ്ത രീതിയിലും ഒക്കെ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പരിചയക്കുറവ്, അല്ലെങ്കിൽ അയാളെ ശൈലിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ
അൻവറിനും തന്ന് UDF അങ്ങനെ പരിഹരിക്കപ്പെടാവുന്ന ഒരു കാര്യമാണോ ഇന്ന് കൂടി ചെയ്തത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണല്ലോ. ശ്രീ ജോർജ് പൊടിപാറ, ജോർജ് പൊടിപാറ പോകുന്നുണ്ട്. ഞാൻ പ്രത്യാശിക്കുന്നു. ശരി, പ്രത്യാശിക്കുന്നു. ലീഗിന് ഇപ്പോഴും പ്രത്യാശയുണ്ട് ശ്രീ ജോർജ് പൊടിപാറ, താങ്കൾക്ക് ആ പ്രത്യാശയുണ്ടോ? അതായത് ലീഗ് ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു UDF ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ, അതായത് UDF ശക്തിപ്പെടണമെന്നും UDF ആയിട്ട് ചേർന്ന് പോകാവുന്ന ആളുകളെ പരമാവധി ചേർത്ത് പിടിച്ചുകൊണ്ട് UDF എന്ന് പറയുന്നത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ എന്താ പറയുക, പരസ്യ പ്രസ്താവനകൾ നടത്തി വെല്ലുവിളികൾ നടത്തി ആളുകളെ അകറ്റുന്നതിലല്ല, മറിച്ച് കുറേ കൂടി ഈ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആയാലും ശരി, സാദിഖ് അലി ശിഹാബ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിൻ്റെ ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ അൻവറിന് ഈ നിലമ്പൂർ അൻവർ ഒന്നും അല്ല എന്നൊന്നും ലീഗ് വിചാരിക്കുന്നില്ല. കുറേ കൂടി നിലമ്പൂരിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ലീഗിനെ സംബന്ധിച്ചിടത്തോളം അൻവർ കൂടി ഉണ്ടെങ്കിൽ UDFൻ്റെ വിജയം കുറച്ചുകൂടി അനായാസമാകും എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവർ ചേരേണ്ടത് UDF തന്നെയാണ്. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് UDF ആണ് എന്ന് ലീഗ് വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ വിചാരം ആദ്യം ഉണ്ടാവേണ്ടത് അൻവറിനാണ്. അൻവർ അകലും തോറും അടുക്കും അകലുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറുകയാണ്. അൻവറിന്റെ പാർട്ടി യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതിൽ എന്ത് തീരുമാനമെടുക്കും, നയം വ്യക്തമാക്കണോ വ്യക്തമാക്കേണ്ടതില്ലേ എന്നതിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇടവേളയ്ക്കിലേക്ക് ശ്രീ എ സജീവൻ, വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞത് അൻവർ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ്. അൻവറാണ്, പറയാൻ പറ്റില്ല. അങ്ങനെ മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് UDF സ്ഥാനാർത്ഥിക്ക് വെല്ലുവിളിയാകുമോ? തീർച്ചയായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് കിട്ടാവുന്ന കുറെ വോട്ടുകൾ, പരമാവധി വോട്ടുകൾ എന്ന് പറഞ്ഞാൽ പോലെ നമുക്കറിയാം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് നിലമ്പൂരിനെ പോലുള്ള സ്ഥലത്ത് വലിയ നിർണായകമായിട്ട് മാറും. അൻവർ മത്സരിക്കുകയാണെങ്കിൽ അവിടെ UDF സ്ഥാനാർത്ഥി തോൽക്കും. അൻവറിന്റെ ആവശ്യം അതാണ്. അൻവർ നിശബ്ദനായി നിന്ന് നിൽക്കുകയാണെങ്കിലും അൻവർ മത്സരിക്കുകയാണെങ്കിൽ സംഭവിക്കും. പക്ഷെ അൻവർ ചോദ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അൻവർ മത്സരിക്കില്ല. മത്സരിക്കാതെ നിൽക്കുന്ന അൻവറും അപകടകാരിയാണ്. മത്സരിക്കുക, അല്ലെങ്കിൽ UDFനെ കീഴടങ്ങിക്കൊണ്ട് ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അൻവറിനാകെ വേണ്ടി 2026 എനിക്ക് ഈ സീറ്റ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പാണ്. ബാക്കിയൊക്കെ നമ്മുടെ മുമ്പിൽ പരസ്യമായി പറയുന്ന കാര്യങ്ങളൊക്കെ വേറെ. അൻവറിന് ആ ഒരു ഉറപ്പ് രഹസ്യമായെങ്കിലും കിട്ടിയാൽ അൻവർ ഈ പറഞ്ഞ രൂപത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഘടകകക്ഷി അല്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ് എന്നൊക്കെ വാക്ക് മാറ്റി പറയാനൊന്നും അൻവറിന് പ്രശ്നമില്ല. പക്ഷേ തനിക്ക് നേട്ടമുണ്ടാവാത്ത ഒരു കാര്യത്തിൽ അൻവർ ഒരിക്കലും അതിനനുകൂലമായിട്ട് നിൽക്കില്ല. അൻവറിന് വേണ്ടത് സീറ്റാണ്. രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിനല്ലാതെ അൻവർ ഒരു തീരുമാനവും എടുക്കില്ല. ശരി, മത്സരിക്കാതെ മാറി നിൽക്കുന്ന അൻവറും അപകടകാരിയാണെന്നുള്ളതാണ് താങ്കളുടെ വിലയിരുത്തൽ. നമുക്ക് നോക്കാം ഈ നാടകീയമായ സംഭവവികാസങ്ങൾക്ക് എത്ര ദിവസത്തെ ആയുസ്സുണ്ടെന്ന്. വളരെ നന്ദി ശ്രീ M പ്രകാശൻ, ഷാഫി ചാലിയം, ജോർജ് പൊടിപാറ, എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.